ദൈവത്തിന് മഹത്വം. ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. നാം 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരിക്കൽ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ മോവാബ്യരോട് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ട് അവർ മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വളരെ ഭാരപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ രാജാവും യോശാഫാത്തും ഒക്കെ ചേർന്ന് എലീശായുടെ അടുക്കൽ ആലോചനയ്ക്കായി കടന്നു ചെല്ലുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ എലീശ പറയുന്നത്, നിങ്ങൾ ഈ താഴ്വരയിൽ അനേക കുഴികളെ വെട്ടുവീൻ, അത് വെള്ളം കൊണ്ട് നിറയും എന്ന് പറയുവാനിടയാ. മാനുഷികമാകുന്ന നിലയിൽ നോക്കിയാൽ അത് അവിശ്വസനീയമാണ്. ഇത്രയും ക്ഷീണിച്ച് അവശരായിരിക്കുന്ന അവര് വീണ്ടും കുഴികളെ കൂടി വെട്ടുക എന്ന് പറയുന്നത്, നാമതേ കുടിക്കുവാൻ വെള്ളമില്ല. അത് മാനുഷിക നിലയിൽ ചിന്തിച്ചാൽ വീണ്ടും തളർന്ന് എങ്ങനെ അവിടെ കുഴികൾ വെട്ടുവാനിടയായിത്തീരും. എങ്കിലും അവർ വിശ്വാസത്താൽ അവിടെ കുഴികളെ വെട്ടുവാനായിട്ട് ഇടയായിത്തീർന്നു. പിന്നീട് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്, മോവാബ്യ സൈന്യങ്ങളെ ദൈവം പ്രത്യേകമാകുന്ന നിലയിൽ അന്ധത പിടിപ്പിക്കുകയും അവര് ഭയന്ന് ഓടുകയും ഈ രാജാക്കന്മാർ അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും അവരുടെ ജലാശയങ്ങളെല്ലാം മണ്ണിട്ട് മൂടുകയും, എന്നാൽ ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ രാജാവിനും അതേപോലെ യഹൂദ രാജാവിനും ഏദോം രാജാവിനും ഒക്കെ കുടിക്കത്തക്ക വിധത്തിൽ ഏദോം വഴിയായിട്ട് പ്രത്യേകമായി വെള്ളം ഒഴുകി വരുന്നതാണ്. അവർക്കും അവരുടെ സൈന്യങ്ങൾക്കും വേണ്ടുവോളം കുടിക്കത്തക്ക വിധത്തിൽ അവരെത്രത്തോളം കുഴികൾ വെട്ടിയോ അത്രത്തോളം കുഴികൾ അത് നിറയുന്നതാണ് നമുക്ക് ആ ഭാഗം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങൾ കൊണ്ട് നമ്മൾ പലതും ചിന്തിക്കുമ്പോൾ അത് നടക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ വിഡ്ഢിത്തമായിട്ടുമൊക്കെ നമുക്ക് ശത്രു തോന്നിപ്പിക്കുന്ന ഒത്തിരി കാര്യങ്ങളും. എന്നാൽ നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലത്തിന്റെ ആലോചനകൾ നമ്മൾ മാറ്റിവെച്ച് പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് പറയുന്നുവോ, ദൈവാലോചന നമ്മോട് എന്ത് പറയുന്നുവോ അത് ചോദ്യം ചെയ്യാതെ നാം അനുസരിപ്പാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ചില അത്ഭുതങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനം 1:19 പൗലോസിന്റെ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അത് വിശ്വസിക്കുന്നവരിലേക്കാണ് വ്യാപരിക്കുന്നത്. നമുക്കറിയാം, ഒരു വലിയ ട്രാൻസ്ഫോമറിൽ നിന്ന് അതിന്റെ യഥാർത്ഥ കണ്ടക്ടറിൽ കൂടെ ആ ഇലക്ട്രിസിറ്റി എവിടേക്കെല്ലാം വ്യാപരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് ഉതകുന്ന ഒരു ചാലകമല്ലെങ്കിൽ അതിലേക്കത് വ്യാപരിക്കത്തില്ല. നമുക്കറിയാം, ആ വലിയ ട്രാൻസ്ഫോമറിൽ അതിന്റെ അല്ലെങ്കിൽ വയറുകളിൽ ഒരാൾ പിടിച്ചിട്ടുണ്ട്. അയാളോട് ചേർന്ന് എത്ര 10,000-കണക്കിന് ആളുകൾ പിടിച്ചാലും അവരിലേക്കെല്ലാം ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഒരുപക്ഷെങ്കിൽ അത് അവരെ നശിപ്പിക്കുന്നതായിരിക്കാം, എന്നാൽ അവരിലേക്കത് പാസ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ഒരിക്കലും നശിപ്പിക്കുന്നതല്ല. എത്ര പേർ വിശ്വാസത്തോടു കൂടി അടുത്ത് ചെല്ലുമോ അവരിലേക്കൊക്കെയും അത് വ്യാപരിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, ആരെല്ലാം യേശുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുവോ അവരിലേക്കൊക്കെ ദൈവശക്തി വ്യാപരിപ്പാനിടയായിട്ടുണ്ട്. വിശ്വാസത്താൽ തന്നെ തൊട്ടവരിലേക്കും താൻ തൊട്ടവരിലേക്കും തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവരിലേക്കും എന്ന് വേണ്ട അപ്പസ്തോലന്മാരുടെ കാലത്ത് അവരുടെ നിഴൽ തട്ടിയവർ അവരുടെ വസ്ത്രം കൊണ്ട് ആരുടെ മേലിട്ടോ അവർക്കൊക്കെ വലിയ വലിയ വിടുതലുകൾ സംഭവിപ്പാനായിട്ടിടയായ ചരിത്രങ്ങള് വിശുദ്ധ തിരുവചനത്തിൽ നമുക്ക് അനേക ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മളിലേക്ക് ഈ ശക്തി വ്യാപരിക്കാത്തത് നമ്മുടെ ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ ശത്രു ഇടപെട്ട്
പല സംശയ വിചാരങ്ങളിട്ട് അത് സൗഖ്യമാകുമോ, ആ വിടുതലുകൾ നടക്കുമോ, അങ്ങനെ അങ്ങ് മുമ്പോട്ട് എങ്ങനെ നീങ്ങാൻ കഴിയും എന്ന നിലകളിൽ കാലുകളെടുത്ത് മുൻപോട്ട് വയ്പ്പിക്കാതെ യഥാർത്ഥമായ ആരാധനയിലേക്ക്, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം പല അവിശ്വാസം ശത്രു പല ഹൃദയങ്ങളിലിട്ട് അവന് അനേകരെ തകർക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും വിശ്വാസത്തിന്റെ കുഴികൾ വെട്ടുവാൻ നാം തയ്യാറായാൽ നിശ്ചയമായിട്ടും പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പോലും ആ വെള്ളം ഒഴുകി വന്ന് ആ കുഴികൾ നിറച്ചു എങ്കിൽ ഇന്നും വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്നും അത് അനേകരെ വിടുവിച്ചുകൊണ്ടിരിക്കുന്നു, അനേക വിടുതലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു, അനേക ദൈവദാസന്മാരെ, അനേക ദൈവകുഞ്ഞുങ്ങളെ അത് ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ആയതുകൊണ്ട് അവിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മുൻപോട്ട് പോകുവാനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം. വിശ്വാസമെന്നതോ ആശയിന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും. വിശ്വാസമെന്നതോ ആശയിന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും. പലതിനെ ചൊല്ലി വിലപിക്കേണ്ട, ഉള്ളം കലങ്ങേണ്ട, ഭീതി വേണ്ട. പലതിനെ ചൊല്ലി വിലപിക്കേണ്ട, ഉള്ളം കലങ്ങേണ്ട, ഭീതി വേണ്ട. മരിച്ചു 4 നാളായതാം ലാസറെ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട്. മരിച്ചു 4 നാളായതാം ലാസറെ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട്. സ്തോത്രം പാടാമെന്നും വാഴ്ത്തിപ്പാടാം, ദൈവമഹത്വം വാഴ്ത്തിപ്പാടാം. സ്തോത്രം പാടാമെന്നും വാഴ്ത്തിപ്പാടാം, ദൈവമഹത്വം വാഴ്ത്തിപ്പാടാം. ജീവിതഭാരങ്ങളേറി വന്നാൽ പടകുമുങ്ങിടും വേള വന്നാൽ. ജീവിതഭാരങ്ങളേറി വന്നാൽ പടകുമുങ്ങിടും വേള വന്നാൽ. ഭയപ്പെടേണ്ട, ഭ്രമിച്ചിടേണ്ട, അമരക്കാരനായ യേശുവുണ്ട്. ഭയപ്പെടേണ്ട, ഭ്രമിച്ചിടേണ്ട, അമരക്കാരനായ യേശുവുണ്ട്. സ്തോത്രം പാടാമെന്നും വാഴ്ത്തിപ്പാടാം, ദൈവമഹത്വം വാഴ്ത്തിപ്പാടാം. സ്തോത്രം പാടാമെന്നും വാഴ്ത്തിപ്പാടാം, ദൈവമഹത്വം വാഴ്ത്തിപ്പാടാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം.